ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കിച്ചണിലേക്ക് കയറി വന്നപ്പോൾ ചെറിയൊരു ടെൻഷൻ എനിക്ക് ഇല്ലാണ്ടില്ല. കാരണം ഇന്നലെ നമ്മൾ ദോശമാവ് അരച്ച് വെച്ചിരുന്നല്ലോ. എന്താവും, പുളിച്ചിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ പുളിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉപ്പുമാവ് ഉണ്ടാക്കണോ, പുട്ടുണ്ടാക്കണോ, എളുപ്പത്തിലുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി പിള്ളേരെ വിടണ്ടേ? അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിലാണ് വന്നത്. നോക്കിയപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിലും മാവ് ചതിച്ചില്ല, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം കേട്ടോ. രാവിലെ തന്നെ നല്ലൊരു പോസിറ്റീവ് കാര്യം മനസ്സിന് കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇളക്കി വെക്കണം കേട്ടോ. ചിലർ പറയും ഇങ്ങനെ ഇളക്കാൻ പാടില്ല എന്ന്, പക്ഷേ ഞാൻ ഇളക്കിയിട്ടൊക്കെ ഉണ്ടാക്കാറ്. അതുകൊണ്ട് ഈ ഇളക്കുന്നതിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ദോശയോ ഇഡലിയോ നന്നാവാണ്ട് വരുമോ, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവാകുമ്പോൾ അത് നന്നായിട്ട് പൊന്തി വരാതിരിക്കുക, അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചായ വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ചായക്കുള്ള പാല് നോക്കുമ്പോൾ ഞാൻ ഇന്നലെ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് താഴെയുള്ള തട്ടിലേക്ക് വെക്കാൻ മറന്നുപോയി. പിന്നെ രാവിലത്തെ തിരക്കിൽ അത് എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചതിലേക്ക് ഇട്ട് വെച്ച്, അങ്ങനെ നമ്മൾ പൊടിയൊക്കെ തിളച്ച് നല്ല പാകത്തിനായി വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് മെൽറ്റായി. അതങ്ങനെ ഒഴിച്ച് വേഗം ചായയൊക്കെ റെഡിയാക്കി എടുത്തു. ഇനിയിപ്പോൾ എല്ലാവർക്കും കൊണ്ട് കൊടുക്കട്ടെ. എന്തെന്നെ പറഞ്ഞാലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകില്ല കേട്ടോ. ഒരു ഗ്ലാസ് ഒന്നും വേണ്ട, ഒരു അര ഗ്ലാസ് ആയാലും മതി. കുറച്ചൊന്ന് സിപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. എന്തോ ഒരു ഉഷാറില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗാണ് വരിക കേട്ടോ. ഒരു കാലത്ത് ഞാൻ ചായ കുടിക്കലൊക്കെ നല്ലപോലെ സ്റ്റോപ്പ് ചെയ്ത് പകരം ചൂടുവെള്ളം കുടിക്കുക, ആ രീതിയിലേക്കൊക്കെ മാറിയിരുന്നു. ആദ്യം ഒരാഴ്ചയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ചായ കുടിച്ച് ശീലിച്ച് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തലവേദന വരില്ലേ, അല്ലെങ്കിൽ ചായ നേരത്ത് കിട്ടാണ്ടാവുമ്പോൾ നമുക്ക് തലവേദന വരില്ല, ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരാഴ്ച ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ ബോഡി അതായിട്ട് സെറ്റാവും. പിന്നെ നമുക്ക് ചായ കുടിച്ചില്ലെങ്കിലും വിഷയമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഒരിടയ്ക്ക് പിന്നെ ഇതെങ്ങനെയോ വീണ്ടും ഞാൻ ചായ കുടിക്കാൻ തുടങ്ങി. എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതേപോലെ തന്നെ. ഇനി ഇത് പയ്യെ മാറ്റണം എന്നൊക്കെ എനിക്കുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ കള്ളു കുടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്കില്ല. എന്നാൽ പിന്നെ ഒരു ചായ കുടിയല്ലേ ഉള്ളൂ, അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ലൈഫിൽ നിന്ന് ഹാബിറ്റിൽ നിന്ന് മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുമ്പോട്ട് പോകാൻ കേട്ടോ. ചായ എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക സ്നേഹം തന്നെ ഉണ്ട് എന്തായാലും അതിനോട്. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ചായ വെച്ചതിൻ്റെ ആ ഒരു ചായപ്പൊടി വേസ്റ്റ് വരുന്നില്ലേ, അപ്പോൾ അതൊന്ന് നന്നായിട്ട് അരിപ്പയിലിട്ടിട്ട് തന്നെ കഴുകിയെടുത്ത് അതൊരു ടിന്നിൽ ഞാൻ എടുത്ത് വെക്കാറുണ്ട്. ഒരാഴ്ച ആകുമ്പോഴത്തേക്കും അത് ഏകദേശം ഒരു പകുതിയിലധികം നിറയും. അപ്പോൾ അത് കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഉണക്കി ചെടികളുടെ ചുവട്ടിലൊക്കെ കൊണ്ടുവന്നിടും. പ്രത്യേകിച്ച് റോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂവുണ്ടാവും നല്ലതാണ്. ഏറ്റവും നല്ലത് പാലൊഴിക്കുന്നതിനെക്കാട്ടും മുമ്പ് നമ്മൾ അരിച്ചെടുത്തിട്ട് ഇതുപോലെ കഴുകി പഞ്ചസാരയൊക്കെ ഇടുന്നതിന് മുമ്പ് കേട്ടോ, അങ്ങനെ കഴുകി എടുത്തിട്ട് ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ പിന്നെ ഇങ്ങനെ ശീലമായതുകൊണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുന്നു. പാലിൻ്റെ അംശം അതിൽ കിടന്നാൽ ഒരു സ്മെല്ല് വരും, അത് അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഞാൻ ചായ ഇപ്പോൾ ഒഴിച്ചെടുത്ത ഈ ഗ്ലാസ്സുകൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? 4 ഒരു സെറ്റായിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. നമ്മൾ സ്മാർട്ട് ബസാറിൽ നിന്ന് വാങ്ങിയത്. ഒരു പീസിന് 28 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്. നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് നാശമായിപ്പോയി. പിന്നെ ഇങ്ങനത്തെ ഇതുപോലെ ഓഫർ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി നോക്കിയതാണ് കേട്ടോ. 28 രൂപ എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ലല്ലോ, ഒന്ന് നോക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ വാങ്ങിയത്. എന്തായാലും മോശമില്ല. പിന്നെ ഇന്നലെ ഒരു മണ്ടത്തരം ഞാൻ എന്താ ചെയ്ത് വെച്ചതെന്ന് വെച്ചില്ലെങ്കിൽ നമ്മുടെ ഇതില്ലേ സ്മാർട്ട് വാച്ച് ഒന്ന് ചാർജ് ചെയ്യാനിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വിച്ചൊക്കെ ഓൺ ചെയ്തിട്ടു. പക്ഷേ എന്താ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കേബിള് മാറിപ്പോയി. അപ്പോൾ അത് ഒട്ടും ചാർജ് ഇല്ല, അങ്ങനെ തന്നെ ഓഫായി പോയതാണ്. സ്മാർട്ട് വാച്ചിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ മറന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പോകുന്ന നേരത്ത് കിടന്ന് ഇങ്ങനെ ഒരു വാച്ച് വർക്ക് ചെയ്യില്ലേ, പിന്നെ അതൊരു പണിയല്ലേ. അതൊക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ മോളുടെ പുതിയ പാവക്കുട്ടി. അവൾ ശബരിമലയ്ക്ക് പോയ സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്ന കേട്ടോ. അതെന്ന് വെച്ചാൽ ജീവനാണ്. അപ്പോൾ നമ്മുടെ ദോശമാവ് എന്തായാലും ഒന്ന് ഒഴിച്ച് ചുട്ട് നോക്കാം. അപ്പോൾ ഞാൻ എന്താ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും നോൺ സ്റ്റിക്കിൽ തന്നെ കേട്ടോ ചൂടാറുള്ളത്. മറ്റേ ചട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ തേച്ച് മിനുക്കി നമ്മൾ നന്നായി കഴുകി തുടച്ച് കുറച്ച് മെയിൻ്റനൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കാറില്ല. എൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ചട്ടികൾ. ഞാൻ വീട് മാറിയ സമയത്ത് എല്ലാം കൊടുത്ത് തീർത്താണ്. എനിക്ക് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ തൂത്തും തുടച്ചും എണ്ണ വെച്ച് നമ്മൾ കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് പിന്നെ അതിൽ എണ്ണയൊക്കെ തടവിയൊക്കെ തന്നെ വെക്കണ്ടേ. എനിക്കതൊന്നും പറ്റിയ പണിയല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒഴിവാക്കി, പിന്നെ നോൺ സ്റ്റിക്ക് തന്നെ ആക്കി. ചിലപ്പോൾ ഇനി വീണ്ടും മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എന്തായാലും നോൺ സ്റ്റിക്കിൽ തന്നെ പോവുള്ളൂ. എന്നാൽ മൺചട്ടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഇത്തിരി വെയിറ്റ് കൂടുതലുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കും വേണമെങ്കിൽ എനിക്കതിനോട് വലിയ പ്രിയമില്ലാത്തത്. പിന്നെ തുരുമ്പ് വരിക. അപ്പോൾ ആ തുരുമ്പ് മുഴുവൻ ആദ്യമേ കഴുകി കളഞ്ഞ് വീണ്ടും എണ്ണ പുരട്ടി വയ്ക്കുക. ഓരോ തവണ എടുക്കുമ്പോഴും നമുക്ക് അങ്ങനെ കെയർ ചെയ്ത് എനിക്കതെന്തോ ഭയങ്കര ദേഷ്യം വരികയാണ് അത് കാണുമ്പോൾ. അങ്ങനെ ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ അതാ നമ്മുടെ ദോശ ഞാൻ ഒരു തവിയൊക്കെ ഒഴിച്ച് പരത്തി അങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല. കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച്, എണ്ണയല്ല നെയ്യാണ് കേട്ടോ ഒഴിക്കണത്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ എണ്ണയ്ക്ക് പകരം നെയ്യ് തന്നെയാണ് കൊടുക്കാറ്. ചിലപ്പോൾ നല്ലെണ്ണ ചേർക്കും കേട്ടോ. അവർക്ക് നല്ല മൊരിഞ്ഞ ദോശ തന്നെയാണ് ഇഷ്ടം. ചിലപ്പോൾ മോള് പറയും സോഫ്റ്റ് ദോശ മതി അമ്മയെന്ന്. അപ്പോൾ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ദോശ. നല്ല ചൂടോടെ കഴിക്കണം. എപ്പോഴും ഉഴുന്ന് ദോശ അങ്ങനെയല്ലേ.
അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇന്ന് നല്ല എരിവുള്ള കട്ടച്ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സാധാരണ സാമ്പാറൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഇന്നിപ്പോൾ അതൊന്നും ചെയ്യാൻ നിന്നില്ല. സാമ്പാറൊക്കെ സമയമൊക്കെ എടുത്ത് നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സ്വാദം ഉണ്ടാവില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ച പോലെ തന്നെ കഴിച്ച് തീർക്കാൻ വേണ്ടി കഴിക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ പിള്ളേർക്കും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വയ്ക്കും, അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എണീറ്റിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ചെയ്യാറുള്ളൂ, അല്ലാണ്ട് ധൃതി പിടിച്ചിട്ട് ചെയ്യാറില്ല. പിന്നെ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിക്കൊണ്ടെന്നൊക്കെ എടുത്ത് വെക്കുകയാണ്. ഞാനങ്ങനെ ഒരുമിച്ച് ഒരു മാസത്തേക്കുള്ളത് വാങ്ങിപ്പിക്കാറില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ചിലപ്പോൾ ആഴ്ചക്കുള്ള വാങ്ങിക്കും, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ചായിട്ട് വാങ്ങാറുള്ളൂ. അധികമായിട്ട് വാങ്ങി സ്റ്റോർ ചെയ്യാറില്ല. ചില സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ബാക്കി വരാറുണ്ട്. പണ്ട് നമ്മൾ ക്വാർട്ടേഴ്സിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ കുറേ വേസ്റ്റായി പോകലുണ്ട്. അപ്പോൾ പിന്നീട് ആ ശീലം മാറ്റി ഇങ്ങനെ ആഴ്ചയ്ക്ക് വാങ്ങുക എന്നുള്ള രീതിയിലേക്ക് ആക്കി കേട്ടോ. എന്തായാലും എപ്പോൾ പോയാലും സാധനങ്ങൾ കിട്ടുമല്ലോ. പിന്നെ കിട്ടാത്ത സാധനം അല്ലെങ്കിൽ നമുക്ക് അധികം വേണ്ടത് മാത്രമേ കുറച്ച് അധികം വാങ്ങി വയ്ക്കുള്ളൂ. മുളക്, മല്ലി, മഞ്ഞൾ, അതൊക്കെ നമുക്ക് എല്ലാ കറികൾക്കും ആവശ്യമല്ലേ, അങ്ങനെയൊക്കെയുള്ളത് മാത്രം. പിന്നെ ഞാൻ കുറച്ച് പപ്പായൊക്കെ ഒന്ന് പൊട്ടിക്കാന്ന് വെച്ചത് പോയി നോക്കിയത്. അപ്പോൾ പഴുത്തിട്ട് നിൽക്കുന്നുണ്ട് 2 അപ്പോൾ അതൊന്ന് പൊട്ടിക്കണം. പിന്നെ എന്നാൽ പിന്നെ ഞാൻ വിരിച്ച് പച്ചപ്പപ്പായ, ഈ ഒരു മരമല്ല കേട്ടോ, 3-4 മരമുണ്ട് എൻ്റെ കയ്യിൽ. അതിലൊക്കെ പച്ചപ്പപ്പായയും പഴുത്ത പപ്പായായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കറിക്കും കുറച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് പൊട്ടിക്കാന്ന് വെച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ പൊട്ടിക്കാൻ പറ്റണില്ല, ഇത് തട്ടുമ്പോൾ വേറെ ഒന്നാണ് വീണത്. അപ്പോൾ ഒരു പഴുത്തത് ഒരെണ്ണം ഇങ്ങനെ വലിയ എഫോർട്ടില്ലാണ്ട് താഴെ വീണിട്ട് അങ്ങനെ കിട്ടി. മറ്റേത് ഞാൻ കസേരയുടെ മുകളിൽ കയറി നിന്നിട്ടാണ് പൊട്ടിക്കാൻ കേട്ടോ. എനിക്ക് അങ്ങോട്ട് അധികം ഇങ്ങനെ എത്തി നിന്നിട്ട് പൊട്ടിക്കാൻ പറ്റില്ല, ഞാനെങ്ങാനും അതിൻ്റെ മുകളിലേക്ക് വീണാലോന്നൊരു പേടിയുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അത് പൊട്ടിച്ചെടുത്തു. എനിക്കാണെങ്കിൽ തോട്ടിയില്ല, അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഒരു തോട്ടി വാങ്ങണം. അങ്ങനെ പപ്പായൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് പിന്നെ തൊലിയൊക്കെ കളഞ്ഞതാ ഞാൻ കറിക്കും അതുപോലെ തോരൻ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് അരിയാണ് കേട്ടോ. കുറേ നാളായി പപ്പായ കൊണ്ട് കറിയും തോരനൊക്കെ വെച്ചിട്ട്. ഇവിടെയാണെങ്കിൽ ചുറ്റും പുറം മുഴുവൻ ഞാൻ പപ്പായ തൈ നട്ടിട്ടുണ്ട്. തൈ നട്ടതല്ല, കുരു എറിഞ്ഞിട്ട് തൈ മുളപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ അത്. പിന്നെ ആൺതൈകൾ മുളച്ച് വരുന്നതെന്ന് കണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അങ്ങോട്ട് വെട്ടിക്കളയും. പെൺതൈകളാണെങ്കിൽ അവിടെ നിർത്തി നല്ലപോലെ നമുക്ക് ഈ പപ്പായ എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലേ. തോരനാണെങ്കിലാണെങ്കിലും പിന്നെ കറി വെച്ചിട്ടാണെങ്കിലും പഴുപ്പിച്ചിട്ടാണെങ്കിലും ഒക്കെ നല്ലതല്ലേ. പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പച്ചക്കറി നമ്മുടെ കയ്യിൽ തീർന്നു എന്നുള്ളൊരവസ്ഥ, ഫ്രിഡ്ജിലൊന്നും ബാക്കിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേഗം വെക്കണമെങ്കിൽ വേഗം പോയി ഒരെണ്ണം പൊട്ടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറിയും കാര്യങ്ങളൊക്കെ ആക്കാമല്ലോ. അതൊക്കെ വെച്ച് ഞാൻ എപ്പോഴും വിചാരിക്കും വീട്ടിലെന്തായാലും ഒരു പപ്പായ തൈ നിർബന്ധമായിട്ടും നടണമെന്ന്. അപ്പോൾ സ്വന്തമായിട്ടൊക്കെ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ നമുക്ക് ചുറ്റുമുറമൊക്കെ, ഓരോ മൂലക്കിലൊക്കെ നിന്നിട്ട് അതിൽ ഇത് വളർന്നോളുമല്ലോ. അങ്ങനത്തെ അതൊക്കെ അരിഞ്ഞെടുത്ത് അപ്പോൾ ഞാൻ പരിപ്പും പപ്പായ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള പരിപ്പ് ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ കുറച്ച് ഉണക്കമീൻ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വറക്കാമെന്ന് വെച്ചാൽ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കപ്പ അതാ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നന്നാക്കി. അത് ഇന്ന് ഉണ്ടാക്കുന്നില്ല, അതൊക്കെ ശരിയാക്കി ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ഞാൻ ഫ്രീസറിൽ കയറ്റാൻ പോകാണ് കേട്ടോ. പച്ചപ്പപ്പായ ഇങ്ങനെ നാടൻ രീതിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തോരൻ ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ എൻ്റെ പരിപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ, അതിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ എന്താ ഒരു പപ്പായ ഫുള്ള് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മോൾക്ക് ഈ കറികളിലെ കഷ്ണങ്ങൾ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നല്ല സാധനമല്ലേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വയറിനൊക്കെ ഭയങ്കര ബെസ്റ്റ് സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കംപ്ലീറ്റ് അങ്ങ് ഇട്ട് കേട്ടോ. ചില ആൾക്കാർ കുറച്ച് കഷ്ണങ്ങൾ ഇടുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ വെന്ത് വരുമ്പോൾ ഒക്കെ നല്ല സെറ്റായിട്ട് തന്നെ വരും. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ 4 വിസിലടിച്ചിട്ട് എടുക്കണം കേട്ടോ. ചില ആൾക്കാർ പറയാറുണ്ട് പരിപ്പ് കറി വെച്ചാൽ ശരിയാവണില്ല, ഒരു ടേസ്റ്റ് ഇല്ലയെന്ന്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. എന്താ സംഭവം എന്നുണ്ടെങ്കിൽ പരിപ്പ് നേരെ ചൊവ്വേ വേവുന്നുണ്ടാവില്ല. പിന്നെ തീ കൂട്ടിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പരിപ്പിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. പെട്ടെന്ന് ആവുകയൊക്കെ ചെയ്യും, കുറേ സമയമൊന്നും എടുക്കൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ, അത് ശരിയാവാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ 2-3 പച്ചമുളകൊക്കെ ഞാൻ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്ന് അത് വെള്ളത്തിൻ്റെ ഒരു ലെവലൊക്കെ ഉണ്ടല്ലേ. പിന്നെ പപ്പായന്ന് വെള്ളം ഇറങ്ങും നന്നായിട്ട്. അപ്പോൾ തന്നെ എല്ലാം കൂടി വെന്ത് കിട്ടും, ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ. നമുക്കിത് വേവിച്ചെടുത്തിട്ട് വരാം. ഞാൻ 3 പപ്പായ പൊട്ടിച്ചു, ഒന്ന് പഴുപ്പിക്കാൻ വെച്ചു, ഒന്ന് ഇതാ കറിയിലേക്ക് എടുത്തു, ഒന്ന് ഇതാ തോരനായിട്ട് നമ്മുടെ മിക്സിയിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പായ കരിയാൻ ഇത്തിരി പണിയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മിക്സി എടുത്തിട്ട് അതിനകത്ത് തന്നെ അരിഞ്ഞെടുത്തു. നല്ല പൊടിയായിട്ട് കാബേജ് അരിയുന്ന പോലെ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും ഒരു സെക്കൻഡ് പോലും വേണ്ട. മിക്സി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ പണികൾ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അത് തോരൻ വെക്കാനായിട്ട് കടുകൊക്കെ പൊട്ടിച്ച് നമ്മൾ ഉഴുന്ന് പരിപ്പിട്ട് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഇത് വെന്ത് അതിൻ്റെ ആവിയൊക്കെ പോയി തുറന്നപ്പോൾ നല്ല പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്കുള്ള അരപ്പാണ് ഈ അരച്ച് വെച്ചേക്കണത്. തേങ്ങ, ചെറിയുള്ളി, ഒരു 2-3 വെളുത്തുള്ളി, ജീരകം, അത്രയും കാര്യങ്ങൾ ചേർത്ത് നല്ല മഷി പോലെ അരച്ച് വെച്ചതാണ്. അതിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മുടെ ഈ വെന്ത പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കണ്ട, ഒരു മീഡിയം തിക്നെസ് വരുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കറക്റ്റ് ആക്കുക. അതിൻ്റെ കട്ടി നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് നോക്കുക. ഒരുപാട് തിളപ്പിക്കരുത് കറി. ഒന്ന് സൈഡിൽ ചെറുതായിട്ട് ചൂടായിട്ട് വന്ന് നന്നായിട്ട് ഇളക്കി തന്നെ ചൂടാക്കുക, തിളപ്പിക്കാൻ പാടില്ല കേട്ടോ.
അങ്ങനെ ആയിട്ട് വരുമ്പോൾ നമുക്ക് കടുക് വറുത്തിടാം. സിമ്പിളായിട്ടുള്ള കറിയല്ലേ, നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയുടെയൊക്കെ ഒരു ഫ്ലേവർ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ചുവന്നുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 3-4 ഇട്ടാൽ മതി. വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 3 അങ്ങനെയൊക്കെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഇത് താളിച്ചിടാനായിട്ട് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ 2 മണി ഉലുവ, പിന്നെ കുറച്ച് കടുക്, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, അത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. ഈ അളവിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ധാരാളമാണ്. അതിൻ്റെ നന്നായിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചേക്കാണ് കേട്ടോ. ഞാൻ മുളക് പൊടി കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ അങ്ങനെ ഇടാറില്ല. എനിക്കെന്താ അത് മൂപ്പിച്ചിടുമ്പോഴാണ് ടേസ്റ്റ് തോന്നാറ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറികളല്ലേ. അപ്പം ഒഴിച്ചുകറി എങ്ങനെ ഉണ്ടാക്കുക, എന്താ ഒഴിച്ചുകറി വയ്ക്കുക എന്നൊരു ഐഡിയ ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. പല കമൻറ്റ് ബോക്സിലും കണ്ടിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചുകറി റെസിപ്പീസ് ഇട് ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ യൂട്യൂബേഴ്സിനോട് ഇങ്ങനെ ചോദിക്കുന്നത്, കമൻസിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തിട്ടുണ്ടെങ്കിലും ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തോരനുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. തോരൻ ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. കടുകും ഉഴുന്നുപരിപ്പും ഒന്ന് പൊട്ടിച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാ ചെയ്യണത്. പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ പച്ചമുളകും കൂടി ചേർത്ത് തിരുമ്മി വെച്ചിരുന്ന പപ്പായ ഉണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് നല്ല കുറച്ച് വെള്ളം തിളച്ചിട്ട് വേവിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. തോരൻ ഉണ്ടാക്കിക്കൊണ്ടൊന്ന് തിരക്കിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ട് അതാണ് ആ സീൻസ് നമുക്ക് അതിൽ പെടാണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇനി രാത്രിക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ സോയ മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. സോയ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മഞ്ചൂരിയൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സോയ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിന് വെള്ളം മാറ്റി പച്ചവെള്ളമൊക്കെ ഒഴിച്ച് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. സോയ ഒരു 2-3 തവണയെങ്കിലും പിഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനൊരു കട്ട്, ഒരു മഞ്ഞ കളർ വെള്ളം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ, അത് പോവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചുവയുണ്ടാവും. അതാണ് അധികം ആൾക്കാർക്കും ഈ സംഭവം ഇഷ്ടമില്ലാത്തതിന് കാരണം. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 3-4 തവണ ഇതുപോലെ വെള്ളം മാറ്റി പിഴിഞ്ഞെടുത്താൽ മതി കേട്ടോ. ഇനി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടുന്നതിന് മുമ്പ് നമ്മളൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരു മസാല കോട്ട് ചെയ്യണം കേട്ടോ. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി കുറച്ച്, പിന്നെ കാശ്മീരി ചില്ലി, പിന്നെ ഉപ്പ്, അതേപോലെ കോൺഫ്ലോർ ഒരു 2 ടീസ്പൂണോളം നിറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ഗരം മസാലയും ഇത്തിരി മല്ലിപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ എന്തായാലും ഇടണം, കാരണം നല്ലൊരു കോട്ടിങ് കിട്ടാനും പിന്നെ എണ്ണ അധികം കുടിക്കാണ്ടിരിക്കാനൊക്കെ കോൺഫ്ലവർ നല്ലതാണ്. ഒരു പറ്റിയ പോലെ ഇങ്ങനെ നിൽക്കും അതുമേ. എന്നിട്ട് നമ്മൾ ഓയിലിൽ നല്ലപോലെ വറുത്ത് കോരി കഴിഞ്ഞാൽ തിന്നാൻ നല്ല ടേസ്റ്റാണ്. വറുത്ത ഉടനെ ആയാലും പിന്നെ കുട്ടികൾക്ക് വേറെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കൊടുത്തയക്കാനും, ഇപ്പോൾ നോൺ വെജ് കൊണ്ടുപോകാൻ പാടില്ലാത്ത സ്കൂളുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കാണെങ്കിലും ഇങ്ങനെ വറുത്ത് വെറുതെ കൊടുക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കട്ടെ കേട്ടോ. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ മറിച്ചിട്ടിട്ട് ഇതുപോലെ മറ്റേ ഭാഗങ്ങളൊക്കെ ഒന്ന് മുരിച്ചിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ സോയൊക്കെ വറുത്ത് വരും നമ്മൾ മാറ്റി വെച്ചു. ബാക്കിയുള്ള എണ്ണ കുറച്ച് മാറ്റിയിട്ട് അതിനകത്തേക്ക് അതിൻ്റെ വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആദ്യം ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കണം കേട്ടോ. അത് കളറൊന്നും മാറണ്ട. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക്, സവാള, പിന്നെ ക്യാപ്സിക്കം വലുതാക്കി അരിഞ്ഞത് എല്ലാം, ഇത് രണ്ടും വലുതാക്കി അരിഞ്ഞാണ് കേട്ടോ ചേർക്കേണ്ടത്. അധികം വാടാനും നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡ് ചില്ലി സോസ് ഒഴിക്കുന്നുണ്ട്, ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒഴിക്കുന്നത് എനിക്കൊരു കണ്ണളവ് അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഒഴിക്കുമ്പോൾ അധികം അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോ 2 സ്പൂണോ ഒഴിച്ച് മിക്സാക്കി നോക്കുക. അങ്ങനെ ടേസ്റ്റ് നോക്കി മാത്രം ചേർക്കുക കേട്ടോ. ഇങ്ങനെ കുറേ കോരി ഒഴിക്കല്ലേ. എനിക്കിങ്ങനെ സ്പൂൺ എടുത്തിട്ട് ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. ഒരു കണ്ണളവ് വെച്ച് ഇങ്ങനെ ഒഴിച്ച് നോക്കി ഞാൻ അങ്ങനെ ശീലിച്ചേക്കണേ. അതുകൊണ്ട് എനിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാം നമ്മൾ കഴിച്ചേക്കണതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കോരി അങ്ങോട്ട് ചൊരിയുന്നത് കേട്ടോ. അത് വെച്ചിട്ട് അറിയാത്തവർ ആദ്യമായിട്ട് ചെയ്യുന്നവർ ചെയ്യല്ലേ, മൊത്തത്തിൽ അങ്ങോട്ട് സോസിൻ്റെ ടേസ്റ്റായി പോവും. പിന്നെ സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സോയ സോസിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഈ സോസുകളൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോവില്ല, കാരണം അതിൽ പുളിയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ഇനിയാണ് ഞാൻ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തേക്കണേ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഹീറ്റായിട്ട് വരട്ടെ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കണം നമ്മുടെ സോയ ചങ്ക്സ് ഇതിലേക്കാണ് തട്ടി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കുക. പിന്നെ ലാസ്റ്റ് കുറച്ച് നല്ലെണ്ണയില്ലേ, നമ്മൾ അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന ആ നല്ലെണ്ണ ഒരു 2 സ്പൂൺ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ നമ്മുടെ കയ്യിൽ സെലറി, സ്പ്രിംഗ് ഓണിയൻ അതൊക്കെ ഉണ്ടെങ്കിൽ അതിടാം. അതൊന്നുമില്ലെങ്കിൽ മല്ലിയില ഇട്ടാലും നല്ല ടേസ്റ്റിന് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മഞ്ചൂരിയൻ, അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ മൊത്തത്തിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലോർ മാത്രം ഒന്ന് നമ്മൾ വെള്ളത്തിൽ കലക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ, അരയല്ല 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുക. അത് കലക്കിയിട്ട് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ച് സെമി തിക്കായിട്ട് അങ്ങനെ ഗ്രേവി ആയിട്ട് കിട്ടും കേട്ടോ. അതിപ്പോൾ ഞാൻ ഡ്രൈ ആയിട്ടാണ് എടുത്തേക്കണേ. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഗ്രേവി വേണമെന്നുള്ളപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിങ്ങനെ ഈ സാധനത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് സെമി ഗ്രേവി ആയിട്ട് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ അതനുസരിച്ച് ഇത്തിരി ഉപ്പും സോസൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. അതൊക്കെ നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും അറിയായിരിക്കുമല്ലോ. അത്രയൊക്കെയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതന്നെ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.